പലിശ മുതലായ മഹാപാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ, മഹാപാപങ്ങളിൽ അകപ്പെടുകയാണെങ്കിൽ മുസ്ലിങ്ങളും ഈ സത്യനിഷേധികളോടൊപ്പം നരകത്തിൽ ശിക്ഷിക്കപ്പെടും എന്ന ഒരു താക്കീതാകുന്നു, എന്ന ഒരു സൂചനയാകുന്നു ഈ ആയത്തിൽ അല്ലാഹു തആല നൽകുന്നത്. പിന്നീട് അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക ലഅല്ലക്കും തുർഹമൂൻ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തുടർന്ന് പറയുന്നു. പിന്നീടാണ് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരി ഉളരി മുന്നേറുക എന്ന് അല്ലാഹു തആല പറയുന്നത്. നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ ഖുർആനിൽ ദീനിന്റെയും ആഖിറത്തിന്റെയും കാര്യം പറയുമ്പോൾ അവിടെയൊക്കെ വേഗതയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വസാരിഉ, നിങ്ങൾ അതിശീഘ്രം, സുറഅ എന്നാണ് അറബിയിൽ സ്പീഡിന് പറയുക, അതിശീഘ്രം മുന്നേറുക എന്നാണ്. വസാബിഖു എന്നാണ് മറ്റൊരായത്തിലുള്ളത്. മുസാബക്ക എന്നാൽ മത്സരം എന്നാണ്, മത്സരിച്ച് മുന്നേറുക. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, ആ അനുഗ്രഹങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. അതുപോലെ തന്നെ ഇബാദത്തിന്റെ വിഷയം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യം എല്ലാം പറയുന്നിടത്ത് വേഗതയാണ്. ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഉളരി ഉളരി മുന്നേറുക. വദറുൽ ബൈഅ, വ്യാപാരവും കച്ചവടവും മറ്റൈഹിക വൃത്തികളൊക്കെ തൽക്കാലം അവിടെ നിർത്തിവെക്കുക. ഫസ്അഉ എന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഉളരി മുന്നേറുക എന്നാണ് പറഞ്ഞത്. സത്യവിശ്വാസികളായ മുഖർബീങ്ങളായ ആളുകളെ കുറിച്ച് സാബിഖൂന ഫിൽ ഖൈറാത്ത്, അവർ ഖൈറായ കാര്യങ്ങളിൽ ഉളരി ഉളരി മുന്നേറുന്നവരായിരുന്നു, അതിൽ മറ്റുള്ളവരെ മുൻകടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. എന്നാൽ ദുനിയാവിന്റെ കാര്യം പറഞ്ഞിടത്ത് അവിടെ ശീഘ്രതല്ല, അവിടെ സ്പീഡല്ല, വേഗതയല്ല പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, അവനാകുന്നു ഈ ഭൂമിയെ നിങ്ങൾക്ക് ഇണക്കമുള്ളതാക്കി തീർത്തത്. ഫംശൂ ഫീ മനാകിബിഹാ, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങൾ നടക്കുക എന്നാ പറഞ്ഞത്. മിഷിയത്ത് എന്ന് പറഞ്ഞ നടത്തം എന്നാണ്. അപ്പൊ ഈ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾ നടക്കുക, എന്നിട്ടോ വകുലൂ മിർ റിസ്ഖിഹി, ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഉൽപ്പാദിപ്പിച്ച് നൽകുന്ന ആഹാരം കഴിക്കുക. അപ്പോൾ ജീവിതായോധനത്തിന് വേണ്ടി, ഈ ലോകത്തേക്ക് വേണ്ടി സമ്പാദിക്കുന്നതിന് വേണ്ടി, ഐഹികമായ കാര്യങ്ങൾക്ക് വേണ്ടി മിഷിയത്ത് ഫംഷു എന്നാ പറഞ്ഞത്, നടക്കുക. അവിടെ വേഗതയെക്കുറിച്ച് ഖുർആനിൽ പരാമർശമില്ല. എന്നാൽ ദീനിന്റെയും ഇബാദത്തിന്റെയും ആഖിറത്തിന്റെയും കാര്യം പറയുമ്പോൾ അവിടെയാണ് വേഗത പറഞ്ഞത്. ഇവിടെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പനയുമായി നമ്മെ ഒന്ന് തട്ടിച്ചു നോക്കുക, ഒന്ന് താരതമ്യപ്പെടുത്തുക. നമ്മുടെ ഉത്സാഹവും നമ്മുടെ ഓട്ടവും ചാട്ടവും എല്ലാം എന്തിനു വേണ്ടിയാണ്? ദീനിനു വേണ്ടിയാണോ? ദീനീ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണോ? സ്വർഗം കരസ്ഥമാക്കുന്ന സ്വാലിഹായ അമലുകൾ ചെയ്യാൻ വേണ്ടിയാണോ? അതല്ല ദുനിയാവിന് വേണ്ടിയാണോ? ഞാൻ മനസ്സിലാക്കുന്നു ഈ ദർസ് ശ്രമിക്കുന്നവരിൽ അധിക പേരും വനിതകളാണ്. അവരിൽ തന്നെ മക്കളും പേരക്കുട്ടികളും ഒക്കെയുള്ളവരാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, അവരെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ, അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന വിഷയത്തിൽ ഏതിനാണ് മുൻഗണന നൽകാറുള്ളത്? ദുന്യവിയായ വിഷയത്തിനാണോ? ഭൗതിക വിദ്യാഭ്യാസം നൽകുന്നതിനാണോ? അതല്ല
ദീനീ വിദ്യാഭ്യാസം നൽകുന്നതിനാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ ഭൗതിക വിഷയങ്ങളെക്കാൾ പരിഗണനയും മുൻഗണനയും അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിക്കുന്നതിലും ദീൻ പഠിപ്പിക്കുന്നതിലുമാണെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലുക. അല്ല എങ്കിൽ നിങ്ങളുടെ സമീപനത്തിൽ ഒരു വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ ഐഹിക ജീവിതത്തിന് മുൻഗണന നൽകുന്നു, പരിഗണന നൽകുന്നു. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, പാരത്രിക ജീവിതമാകട്ടെ അതാകുന്നു ഖൈർ, അതാകുന്നു ഉത്തമം. വ അബ്ഖാ, അതാണ് എന്നെന്നും നിലനിൽക്കുക. അനശ്വരമായ ജീവിതം പാരത്രിക ലോകത്താകുന്നു. ഈ ലോകത്ത് നാം കുട്ടികളെ എത്ര തന്നെ ഉന്നത വിദ്യാഭ്യാസം നൽകി വലിയ വലിയ ആളുകളാക്കി തീർത്തു, എത്ര കാലത്തേക്കാണ്? എത്ര കാലത്തേക്കാണ്? പരമാവധി ഒന്ന് കൂട്ടി നോക്കുക. പലപ്പോഴും അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ജോലി നേടിക്കൊണ്ട് സമ്പാദിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പലപ്പോഴും അവസരം ലഭിക്കാറില്ല. ഒരാഴ്ചക്കുള്ളിൽ 2 യുവാക്കളാണ് ഗൾഫിൽ നിന്ന് മരണപ്പെട്ട് നാട്ടിൽ മയ്യത്ത് കൊണ്ടുവന്ന് എനിക്ക് മയ്യത്ത് നമസ്കരിക്കേണ്ടി വന്നത്. കുടുംബത്തിൽ തന്നെ, അയൽപക്കത്ത് തന്നെ, പരിചിത വൃത്തത്തിൽ തന്നെ. പലരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് അയച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് വിട പറയുന്നു. ഇനി അങ്ങനെയൊന്നുമല്ലെങ്കിൽ തന്നെയും വളരെ നശ്വരമായ ഒരു ജീവിതമാണ് ഇവിടെ ഉള്ളത്. ഈ ജീവിതത്തിന് അല്ലാഹു തആല നിശ്ചയിച്ച അവധി എത്തുമ്പോൾ പോകാനുള്ളത് പാരത്രിക ലോകത്തേക്കാണ്. വൽ ആഖിറതു ഖൈറും വ അബ്ഖാ, പരലോകമാകുന്നു ഏറ്റവും ഉത്തമം, അതാകുന്നു എന്നെന്നും നിലനിൽക്കുന്നത് അനശ്വരമായ ജീവിതം. അതിന് മുൻഗണന നൽകണം. ദുനിയാവ് ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ ഒരു മുതലാളിയായി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ച ഖാറൂൻ മുതലാളിയോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞത്, വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറത വലാ തൻസ നസീബക മിനദ് ദുനിയാ, നിനക്ക് അല്ലാഹു തആല നൽകിയ ഈ സാമ്പത്തിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ പാരത്രിക ലോകത്തിന് വേണ്ടി പണിയെടുക്കുക, അള്ളാഹുവിന്റെ പ്രീതിയും പാരത്രികമായ ജീവിത വിജയവും കരസ്ഥമാക്കാൻ ശ്രമിക്കുക. എന്നാൽ അതേ സമയത്ത് വലാ തൻസ നസീബക മിനദ് ദുനിയാ, നീ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. നീ ഈ ഐഹിക പരിത്യാഗിയായിക്കൊണ്ട് ജീവിക്കണമെന്ന് നാം ഒരിക്കലും പറയില്ല. അല്ലാഹു തആല അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. വലാ തൻസ നസീബക മിനദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ നിനക്ക് അല്ലാഹു തആല നിശ്ചയിച്ച ഓഹരി നിനക്കുണ്ട്, അത് നിനക്ക് അനുഭവിക്കാം. വിശാലമായ സൗകര്യപ്രദമായ ഒരു വീട്, ഗതാഗതയോഗ്യമായ വാഹനം, അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിന്റെ ഫർണിച്ചറുകൾ, നല്ല ആഹാര വിഭവങ്ങൾ കഴിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് വലാ തൻസ നസീബക മിനദ് ദുനിയാ, ഐഹിക ജീവിതത്തിൽ അല്ലാഹു തആല നിനക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി നീ വിസ്മരിക്കേണ്ടതില്ല. നിനക്ക് അത് ഉപയോഗപ്പെടുത്താം, അനുഭവിക്കാം. പക്ഷേ പാരത്രിക ജീവിതം കാംക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചത് അതാണ്. അങ്ങനെ പരലോകത്തിന് മുൻഗണന നൽകിക്കൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരി മുന്നേറുക. ഉഇദ്ദത്തിൽ ലിൽ മുത്തഖീൻ, ആ സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു. മുത്തഖീങ്ങൾ എന്നാൽ അല്ലാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചത് ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ എന്നാകുന്നു അതിൻ്റെ ഏറ്റവും ചെറിയ നിർവചനം. ഇനി എങ്ങനെയുള്ളവരാണ് ഈ മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു തആല വിവരിക്കുകയാണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മുത്തഖീങ്ങൾ, അയാൾ ഭയങ്കര തഖ്വയുള്ള ആളാണ്, ഒരു മുത്തഖിയായ ആളാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന അഥവാ മനസ്സിലാക്കപ്പെടുന്നവർ, അവർ
എപ്രകാരമായിരിക്കും എന്ന് നാം ഒന്ന് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾ എന്ന് പറയുന്നവർ ആരാണ് എന്നും പരിശോധിക്കുക. ആരാണ് ഈ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള മുത്തഖീങ്ങൾ? അല്ലദീന, ഒന്നാമത്തെ ഗുണം, യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ സന്തോഷത്തിലും സന്താപത്തിലും ധനം ചിലവഴിക്കുന്നവരാണ്. നാം കഴിഞ്ഞ ആഴ്ച വിവരിക്കുകയുണ്ടായി, ചില ആളുകള് നല്ല സാമ്പത്തിക സുസ്ഥിതിയും നല്ല സന്തോഷ ജീവിതവുമൊക്കെയാണെങ്കിൽ അപ്പോ ചെലവഴിക്കും. നല്ല വരുമാനമുണ്ട്, നല്ല ശമ്പളമുണ്ട്, റബ്ബറിനും തേങ്ങയ്ക്കൊക്കെ വിലയുണ്ട്, അപ്പൊ ചെലവഴിക്കും. എന്നാൽ ആ വക വിഷയങ്ങളിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ, ഈ ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞാൽ, അതല്ലെങ്കിൽ അതുപോലെയുള്ള സാമ്പത്തികമായ വരുമാനത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ, പിന്നീട് ഹൈറായ മാർഗത്തിലേക്ക് അവരെ കയ്യിൽ നിന്ന് കാശ് വരില്ല. അങ്ങനെ എല്ലാ മുത്തഖീങ്ങൾ അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ഉള്ളപ്പോൾ ഉള്ളതിനനുസരിച്ചും ഇല്ലാത്തപ്പോൾ ഇല്ലാത്തതിനനുസരിച്ചുമായിരിക്കും അവരെ ചെലവഴിക്കൽ. പക്ഷെ ഈ ഹൈറായ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് അവരുടെ സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായിരിക്കും. സന്താപ വേളയിലും ചെലവഴിക്കുന്നവരാണ്. ചിലർ നേരെ മറിച്ചാണ്. നല്ല സുസ്ഥിതിയിലാവുമ്പോൾ ചെലവഴിക്കൂല, അള്ളാഹു താലാനെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അടിച്ചു പൊളിച്ചൊരു ജീവിതമാണ്. ഹൈറായ മാർഗത്തിലേക്കൊന്നും ചെലവഴിക്കാൻ അവർ കൂട്ടാക്കുകയില്ല. എന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ഗുരുതരമായ രോഗം ബാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉറ്റവരും ഉടയവരും ഒരു അപകടത്തിൽപ്പെടുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവരതാ ഉദാരന്മാരായി തീരുന്നു, വാരിക്കോരി ചെലവഴിക്കുന്നു. അങ്ങനെയുമല്ല മുത്തഖീങ്ങൾ. മുത്തഖീങ്ങൾ എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹൈറായ വിഷയത്തിൽ ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇത്രയും നാം കഴിഞ്ഞ ആഴ്ച വിവരിച്ചിട്ടുള്ളതാണ്. ഈ ധനം ചെലവഴിക്കുന്നവരെ കുറിച്ച് സൂറത്തുൽ ബഖറ 274 ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ, രാവിലും പകലിലും തങ്ങളുടെ ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ, സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ധനം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ദുഃഖിക്കേണ്ടതില്ല, യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അസൂയാർഹമായിട്ടുള്ളത്. അതിലൊന്ന്, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് നൽകി, ധനം നൽകി, അദ്ദേഹം അത് രാവിലും പകലിലും രഹസ്യമായും പരസ്യമായും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അത് അസൂയാർഹമായ സംഗതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സ്വഭാവ സംസ്കാരം വെച്ച് പുലർത്തുന്നവരാണ് അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള മുത്തഖീങ്ങൾ. ഒന്നാമത്തെ ക്വാളിറ്റി അതാണ്. നമ്മൾ മുത്തഖീങ്ങൾ എന്ന് മനസ്സിലാക്കുന്നവരുടെ അവസ്ഥ എന്താണ്? ഈ ചെലവഴിക്കുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ യദുൽ ഉലിയാ ഖൈറും മിൻ യദിസ് സുഫ്ലാ, ഉയർന്ന കൈ താഴ്ന്ന കൈയേക്കാൾ ഖൈറാകുന്നു, ഉത്തമമാകുന്നു. ഉയർന്ന കൈ എന്നാൽ ചെലവഴിക്കുന്ന കൈയാണ്. വാങ്ങുന്ന കൈ എന്നാൽ, താഴ്ന്ന കൈ എന്നാൽ അത് വാങ്ങുന്നവരുടെ കൈയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന മുത്തഖീങ്ങൾ അഥവാ നമ്മുടെ മനസ്സിൽ ഊറിക്കൂടിയിട്ടുള്ള മുത്തഖീങ്ങളുടെ പിക്ചർ ഇങ്ങനെ കൊടുക്കുന്ന രൂപത്തിലാണോ ഉള്ളത്? പലപ്പോഴും അങ്ങനെയല്ല. ധാരാളം ഇബാദത്തുകളും അദ്കാറുകളും ഔറാദുകളും ഒക്കെയായി ശുഭ്രവസ്ത്രധാരികളായി ആണുങ്ങളാണെങ്കിൽ, പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ കറുകറുത്ത പർദ്ദയും നിഖാബും ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ അദ്കാറുകളിലും ഇബാദത്തുകളിലും വ്യാപൃതരായി ജീവിക്കുന്നവരാണ് നമ്മുടെ മനസ്സിലുള്ള മുത്തഖീങ്ങൾ. ഈ പറഞ്ഞതൊക്കെ വേണ്ട എന്നല്ല, സുന്നത്തുകൾ
അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പരമാവധി അത് ഫോളോ ചെയ്യണം. അതേ സമയത്ത് അല്ലാഹു തആല മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുന്ന ഒന്നാമത്തെ ക്വാളിറ്റി ഇതാണ്, യുൻഫിഖൂന. ഇനി രണ്ടാമത്തേത് വൽ കാളിമീനൽ ഗൈള, അവർ രോഷം അടക്കിപ്പിടിക്കുന്നവരാണ്. കോപം വരുമ്പോൾ അരുതാത്തത് പറയാതെ അവർ അത് അടക്കിപ്പിടിക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ലൈസ ശദീദു ബിസ്സുറഅ, എതിരാളിയെ കുത്തി മലർത്തുന്നവനല്ല ശക്തൻ, വലാകിന്ന ശദീദ അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്, അതേ സമയത്ത് ശക്തൻ എന്നാൽ കോപം വരുമ്പോൾ അത് കടിച്ചു പിടിക്കുന്നവനാണ്, കോപത്തെ അടക്കി ഒതുക്കുന്നവനാണ്, കീഴ്പ്പെടുത്തുന്നവനാണ്. അരുതാത്തത് ചെയ്യാതെ പറയാതെ തെറി വിളിക്കാതെ പരാക്രമം ചെയ്യാതെ സ്വന്തം മനസ്സിനെ ഒതുക്കി നിർത്തുന്നവനാണ് ശക്തൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു അസർ എന്ന് പറയുമ്പോൾ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ്. അസർ എന്ന് പറയുമ്പോൾ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നതാണ്. യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കും, ഇബ്ന ആദം, അല്ലയോ ആദം സന്തതി, ഉദ്കുർനി ഇദാ ഗദിബ്ത, നിനക്ക് കോപം വരുമ്പോൾ നീ എന്നെ ഓർക്കുക. അദ്കുറുക ഇദാ ഗദിബ്തു, എനിക്ക് കോപം വരുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. അഥവാ കോപം അടക്കിപ്പിടിക്കുന്ന ഒരാൾ, അയാളിൽ നിന്ന് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ക്രോധകരമായ കാര്യമാണ് ചെയ്തു പോയത്, പറ്റിപ്പോയത്. പക്ഷെ അദ്കുറുക ഇദാ ഗദിബ്തു, എനിക്ക് കോപം വരുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും, നീ കോപം അടക്കി പിടിച്ചവനാണ് എന്ന് ഞാൻ ഓർക്കും. ഫലാ ഉഹ്ലികുക ഫീമൻ ഉഹ്ലിക്, ഞാൻ ഒരു സമൂഹത്തെ, ഒരു നാടിനെ നശിപ്പിക്കുമ്പോൾ നിന്നെ ഞാൻ നശിപ്പിക്കുകയില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും. കോപം അടക്കി പിടിക്കുക എന്ന ആ സ്വഭാവത്തിലൂടെ ലഭിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ലഭിക്കുന്ന സ്ഥാനമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഗളബ മിനശ് ശൈത്താൻ, കോപം പിശാചിൽ നിന്നുള്ളതാണ്. വഇന്ന ശൈത്താന ഖുലിഖ മിനന്നാർ, വഇന്ന ശൈത്താന ഖുലിഖ മിനന്നാർ, പിശാചാവട്ടെ ശൈത്താനാവട്ടെ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്. വഇന്നമാ തുത്ഫഉൻ നാറു ബിൽ മാ, തീയിനെ കെടുത്താൻ കഴിവുള്ള വസ്തുവാകുന്നു വെള്ളം, വെള്ളം കൊണ്ടാണ് തീയിനെ കെടുത്തുക. അതുകൊണ്ട് ഫഇദാ ഉഗ്ദിബ അഹദുക്കും ഫലിയതവല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും കോപം പിടിപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വുളു എടുക്കുക, വുളു എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോപം ശമിക്കും. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കലമ ഗൈളൻ, ആരെങ്കിലും തന്റെ ദേഷ്യം അടക്കി പിടിച്ചാൽ, വഹുവ യഖ്ദിറു അലാ ഇൻഫാദിഹി, ഈ ആരാണോ കോപിപ്പിക്കുന്ന വാക്കും പ്രവൃത്തിയും ചെയ്തത് അവരോട് പ്രതികാരം ചെയ്യാൻ കഴിവുള്ളതോടൊപ്പം ആരെങ്കിലും തന്റെ ദേഷ്യം അടക്കി പിടിച്ചാൽ മില്ലഹുല്ലാഹു അംനം വ ഈമാനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ നിർഭയത്വവും ഈമാനും നിറച്ചു കൊടുക്കും. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൂന്നാളുകളുടെ കാര്യത്തിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഒന്ന്, മാനഖസ മിൻ സദഖ, ദാനം ചെയ്യുന്ന ധനം കുറഞ്ഞു പോകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നത് എന്ന് നോക്കുക. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ,
അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് കൊടുക്കുന്നവർക്ക് പ്രതാപം വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ നമ്മെ കോപിപ്പിക്കുന്ന, നമ്മെ ദേഷ്യം കൊള്ളിക്കുന്ന വാക്കും പ്രവൃത്തിയും ചെയ്തവരാരാണോ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. എന്നാൽ അല്ലാഹു തആല ഈ വിട്ടുവീഴ്ച ചെയ്യുന്നവർക്ക് ഇസ്സത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും. വമൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചാൽ അല്ലാഹു തആല അവരുടെ പദവി ഉയർത്തും. വേറൊരു ഹദീസിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ആരെങ്കിലും സ്വർഗത്തിൽ തനിക്ക് വേണ്ടി ഒരു രമ്യഹർമ്മം പണിയിക്കണമെന്ന്, ലഭിക്കണമെന്ന്, പണിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, മാത്രമല്ല വതുർഫഅ ലഹു ദറജാത്ത്, നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തിൽ പദവികൾ ഉയർത്തപ്പെടണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യഅഫു അമ്മൻ ളലമഹു, തന്നോട് അതിക്രമം കാണിച്ചവർക്ക് വിട്ടുകൊടുക്കട്ടെ, അവരോട് മാഫാക്കട്ടെ. വയുഅതി മൻ ഹറമഹു, ഇങ്ങോട്ട് നൽകുന്നത് തടഞ്ഞവന് ഇങ്ങോട്ടൊന്നും തരൂല, ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ പോലും തടയുന്നവരാണ്, അവർക്ക് അങ്ങോട്ട് കൊടുക്കുക, അവരുടെ അവകാശം വിട്ടുകൊടുക്കുക. എനിക്ക് എൻ്റെ അവകാശം നിഷേധിച്ചവനല്ലേ, എന്നാ ഞാനും കൊടുക്കൂല എന്നല്ല. നമ്മുടെ അവകാശം തടഞ്ഞവനാണെങ്കിൽ പോലും, നമുക്ക് നൽകാത്തവരാണെങ്കിൽ പോലും, വയുഅതി മൻ ഹറമഹു, അവർക്ക് അവരുടെ അവകാശം വിട്ടുകൊടുക്കുക. വയസിലു മൻ ഖതഅഹു, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. അങ്ങോട്ട് നമ്മൾ ഗുണം ചെയ്യും, നമ്മൾ പരിപാടിക്ക് വിളിക്കും, സൽക്കാരത്തിന് വിളിക്കും, ഇങ്ങോട്ടൊന്നും വരൂല. പക്ഷേ അവർ വിളിച്ചാൽ നമ്മൾ വിളിച്ച് വന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് പോകാതിരിക്കരുത്. വയസിലു മൻ ഖതഅഹു, ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രമ്യഹർമ്മങ്ങൾ പണിതുയർത്തും, അവരുടെ പദവികൾ ഉയർത്തപ്പെടും. വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ രോഷം അടക്കി പിടിച്ചുകൊണ്ട് അത് വിഴുങ്ങിയതിനേക്കാൾ നല്ല ഒരു ഉരുള. കോപം വന്നു, പക്ഷെ ആ കോപം കടിച്ചു പിടിച്ച് അതങ്ങ് വിഴുങ്ങി. അങ്ങനെ വിഴുങ്ങിയതിനേക്കാൾ നല്ല ഒരു ഉരുള ഈ ലോകത്ത് ആരും വിഴുങ്ങിയിട്ടില്ല, കഴിച്ചിട്ടില്ല. ഇനിയും അനവധി ആയത്തുകളും ഹദീസുകളുമാണ് ഈ വിഷയകമായി ഉള്ളത്. പക്ഷേ എല്ലാം വിവരിക്കുക നമുക്ക് സാധ്യമല്ല. നാം അടുത്ത വിഷയത്തിലേക്ക് പോവുകയാണ്, മുത്തഖീങ്ങളുടെ അടുത്ത ക്വാളിറ്റിയിലേക്ക് പോകുകയാണ്. വലാഫീന അനിന്നാസ്, ആ മുത്തഖീങ്ങളായ ആളുകൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, വിട്ടുകൊടുക്കുന്നവരാണ്. സൂറത്തുൽ ആറാഫ് 199 ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഖുദിൽ അഫ്വ, നബിയോടാണ് പറയുന്നത്, താങ്കൾ വിട്ടുവീഴ്ച ചെയ്യുക. വഅ്മുർ ബിൽ ഉർഫി, നന്മ കൽപ്പിക്കുക. വഅഅ്രിദ് അനിൽ ജാഹിലീൻ, അവിവേകികളായ ആളുകളെ അവഗണിക്കുക. അവിവേകികൾ ഇങ്ങോട്ട് എത്ര തന്നെ അവിവേകത്തോടു കൂടി പെരുമാറിയാലും അതിന് കോപിക്കാതെ, അവരോട് പ്രതികാരം ചെയ്യാതെ അവർക്ക് മാപ്പാക്കി കൊടുക്കുക. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇങ്ങനെയുള്ള സുഹൃതവാന്മാരെ, മുഹ്സിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ആരെക്കുറിച്ചാണ് ഇവിടെ മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞത്? 1, ധനം ചെലവഴിക്കുന്നവർ; 2, കോപം അടക്കി പിടിക്കുന്നവർ; 3, ജനങ്ങൾക്ക് മാപ്പാക്കി കൊടുക്കുന്നവർ. ഇനി മുത്തഖീങ്ങളെ കുറിച്ച് അല്ലാഹു തആല വീണ്ടും വിവരിക്കുകയാണ്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ള മുത്തഖീങ്ങളെ കുറിച്ച്. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും, അവർ എന്തെങ്കിലും ഒരു മ്ലേച്ഛ വൃത്തി അവരിൽ നിന്ന് സംഭവിച്ചാൽ, ഔ ളലമു അൻഫുസഹും, അല്ലെങ്കിൽ തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചാൽ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന അതിക്രമമാകുന്നു.
ആദം നബി അലൈഹിസ്സലാമിനോടും ഭാര്യ ഹവ്വ ബീവിയോടും അല്ലാഹു തആല സ്വർഗത്തിൽ വെച്ച് ഒരു കൽപ്പന നൽകി, വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ സ്വർഗത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, സ്വർഗത്തിലെ എല്ലാ വിഭവങ്ങളും നിങ്ങൾ ആഹരിച്ചു കൊള്ളുക, പക്ഷേ വലാ തഖ്റബ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തെക്കൊള്ള അടുക്കരുത്. പക്ഷെ പിശാച് അവരെ പ്രലോഭിപ്പിച്ചു. അവസാനം അവർ അത് ഭുജിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ആദം നബിയും ഭാര്യ ഹവ്വ ബീവിയും നടത്തിയ തൗബ സൂറത്തുൽ അഅറാഫിൽ കാണാൻ സാധിക്കും. തുടക്കം തന്നെ റബ്ബനാ വലംന അൻഫുസന, നാഥ ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോകും. അല്ലാഹു തആല വിരോധിച്ച ആ ഫലം ഭുജിച്ചതോടുകൂടി സ്വർഗത്തിൽ അവർക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും തടയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷകരമായത് കൊണ്ടാണ്. നമുക്ക് നല്ലതായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അനുവദിച്ചു തന്നിട്ടുണ്ട്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടുള്ള നല്ല വസ്തുക്കൾ നിങ്ങൾ ആഹരിച്ചു കൊള്ളുക. എന്നാൽ മ്ലേച്ഛമായതാണ് അല്ലാഹു തആല വിരോധിച്ചത്. അത് തിന്നു കഴിഞ്ഞാൽ, മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാം നമ്മോട് തന്നെ ദ്രോഹം ചെയ്യുകയാണ്. അതിൻ്റെ ദോഷം നമുക്കാണ്. അത് നബിക്കും ഭാര്യക്കും അനുഭവിക്കേണ്ടി വന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചപ്പോൾ സ്വന്തത്തിന് തന്നെ നഷ്ടം പറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല എന്തെന്ത് കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ടോ നമുക്ക് ദോഷകരമായത് കൊണ്ടാണ്. എന്തെന്ത് കാര്യങ്ങൾ ഹലാലാക്കിയിട്ടുണ്ടോ നമുക്ക് ഗുണകരമായതാണ്. നാം ഹറാം ഉപേക്ഷിച്ചുകൊണ്ട് ഹലാൽ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുക. ഇതാണ് നമ്മുടെ ഇരുലോക ജീവിത വിജയത്തിന് നാം ചെയ്യേണ്ടത്. പക്ഷേ ജീവിതത്തിൽ അതിന് വിരുദ്ധമായി നമ്മൾ അല്ലാഹു തആല വിരോധിച്ച എന്തെങ്കിലും ചെയ്തു പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും നിഷിദ്ധ വൃത്തികൾ നമ്മിൽ നിന്ന് സംഭവിച്ചു, അങ്ങനെയായി കഴിഞ്ഞാൽ ദക്കറുല്ലാഹ്, ഉടനെ തന്നെ ഈ മുത്തഖീങ്ങൾ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിനെ അവർക്ക് ഓർമ്മ വരും. ഇത് അല്ലാഹു തആല വിരോധിച്ച കാര്യമാണല്ലോ, ഇത് ഹറാമാണല്ലോ, ഇത് ഞാൻ ചെയ്തു കൂടാത്തതാണല്ലോ എന്നവർക്ക് ഉടനെ ഓർമ്മ വരും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ഉടനെ തന്നെ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും, പാപമോചന പ്രാർത്ഥന നടത്തും, തൗബ ചെയ്യും. അപ്പൊ മുത്തഖീങ്ങൾ എന്നാൽ തെറ്റ് പറ്റാത്തവർ എന്നല്ല, തെറ്റ് പറ്റാത്ത ആരുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലബ്ന ആദമ ഖത്താഊൻ, എല്ലാ ആദം സന്തതികൾക്കും തെറ്റ് പറ്റും. ഫഇന്ന ഖൈറൽ ഖത്താഈന തവ്വാബൂൻ, പക്ഷേ തെറ്റ് പറ്റുന്നവരിൽ ഏറ്റവും ഖൈറായവർ, ഉത്തമന്മാരാരാണെന്ന് വെച്ചാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അപ്പൊ അല്ലാഹു തആലയുടെ മുത്തഖീങ്ങൾ, അവർക്ക് തെറ്റ് സംഭവിച്ചാൽ ഉടനെ അവർക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും, ഉടനെ ഇസ്തിഗ്ഫാർ നടത്തും, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും. അല്ലാഹു തആല ചോദിക്കുന്നു, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് പാപങ്ങൾ പുറത്തു തരിക? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ആ പ്രവർത്തിച്ച തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. അപ്പോൾ ഒരു തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല, ഉടൻ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ഈ വിഷയത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഈ പാഠം തുടങ്ങുന്നത് പലിശ നിഷിദ്ധമാക്കിക്കൊണ്ടാണ്, സബഉൽ മൂബിഖാത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് പലിശ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്തെങ്കിലും ഒരു കാശിന് ആവശ്യമുണ്ടാകുമ്പോൾ ആഭരണവുമായി അത് പണയം വെക്കാൻ പോകുന്നവർ, ഒരു വാഹനം വാങ്ങുമ്പോൾ അത് പലിശാധിഷ്ഠിത സ്ഥാപനങ്ങളിൽ നിന്ന് പലിശക്ക് കടമെടുത്തുകൊണ്ട് വാഹനം വാങ്ങുന്നവർ, പലിശ ഒടുക്കിക്കൊണ്ട് വീടുണ്ടാക്കാൻ വേണ്ടി കടമെടുക്കുന്നവർ, അങ്ങനെ അങ്ങനെ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ പലിശ ഇടപാടുകളിൽ ഏർപ്പെടുന്നവരോട്, ഇത് സബഉൽ മൂബിഖാത്തിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ്. സത്യനിഷേധികൾക്ക് ഒരുക്കി വെക്കപ്പെട്ട നരകശിക്ഷയിൽ ആപതിക്കാൻ കാരണമായി തീരുന്നതാണ്
എന്നൊക്കെ പറയാൻ ശ്രമിച്ചാൽ എന്താണ് അവരുടെ മറുപടി? അല്ലാഹു തആല മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ രൂപത്തിലാണോ? തങ്ങൾ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് പോലും അംഗീകരിക്കാൻ അവർ കൂട്ടാക്കുകയില്ല. ആ തെറ്റിനെ ശരിയാക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചില പണ്ഡിത വേഷധാരികൾ പോലും അതിനനുകൂലമായ ബാങ്കിലെ പലിശയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫത്വയുമായി ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി. പിശാച് പണ്ഡിത വേഷധാരികളായിക്കൊണ്ടും വരും എന്നാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തെറ്റിനെ തെറ്റായി അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് വിരമിക്കുകയും സംഭവിച്ചു പോയ തെറ്റിൽ നിന്ന് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുകയുമാണ് വേണ്ടത്. നാളെ പാരത്രിക ലോകത്ത് രക്ഷ ആഗ്രഹിക്കുന്നവർ അതാണ് വേണ്ടത്. മുത്തഖീങ്ങൾ അങ്ങനെയായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ആ തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല. എത്ര തന്നെ തെറ്റുകൾ ചെയ്ത ആളാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. സൂറത്ത് സുമറിൽ കാണാൻ സാധിക്കും, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച് അതിർകവിഞ്ഞ് പാപകർമ്മങ്ങളിൽ വ്യാപൃതരായി പോയ എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാകുന്നു, പുറത്തു തരുന്നതാകുന്നു. പക്ഷേ നാം ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം, ഇസ്തിഗ്ഫാർ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ഞാൻ ഒരു ദിവസം 70 പ്രാവശ്യമെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് നമ്മുടെ ദൈനംദിന ദിക്റുകളുടെ ഭാഗമാകേണ്ടതുണ്ട്. ഇത് നമ്മുടെ ദൈനംദിന ദിക്റുകളുടെ ഭാഗമാകേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഒരു ഹദീസിൽ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നമുക്കറിയാമല്ലോ, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു, സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇബ്ലീസ് ധിക്കരിച്ചു. ഇബ്ലീസിനെ അല്ലാഹു തആല ലഅനത്ത് ചെയ്തു. അവിടെ വെച്ച് ഇബ്ലീസ് ഒരു വെല്ലുവിളി നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളിയുടെ കൂട്ടത്തിൽ ഇബ്ലീസ് പറഞ്ഞു, ഖാല ഇബ്ലീസ് യാ റബ്ബി വഇസ്സതിക ലാ അസാലു ഉഗ്വി ഇബാദക മാ ദാമത് അർവാഹുഹും ഫി അജ്സാദിഹിം. നാഥ, നിന്റെ പ്രതാപത്തെ തന്നെ സത്യം ചെയ്തുകൊണ്ട്, നിന്റെ പ്രതാപമാകുന്നു സത്യം, ഞാൻ നിന്റെ ഈ ദാസന്മാരെ മനുഷ്യരെ വഴി പിഴപ്പിക്കുക തന്നെ ചെയ്യും. മാ ദാമത് അർവാഹുഹും ഫി അജ്സാദിഹിം. അവരുടെ റൂഹ് അവരുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം, അഥവാ മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുന്ന അവസാന നിമിഷം വരെ അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഞാൻ നിരന്തര ശ്രമത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടി നോക്കുക. ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു, വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ്, എൻ്റെ ഔന്നത്യം തന്നെയാണ്, എൻ്റെ മഹത്വം തന്നെയാണ് സത്യം. വലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും, അവർ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് തന്നെ എൻ്റെ ആത്മാർത്ഥരായ ദാസന്മാർ, അവർക്ക് തെറ്റ് സംഭവിച്ചേക്കാം,
അവർ ചിലപ്പോൾ പാപകർമ്മങ്ങളിൽ അകപ്പെട്ടേക്കാം. പക്ഷേ അങ്ങനെ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ അവർ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്ലീസിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, പ്രഖ്യാപിക്കുകയുണ്ടായി. സൂറത്തുൻ നിസാ 110 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു, ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ, ഔ യദ്ലിം നഫ്സഹു, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അതിക്രമം പ്രവർത്തിക്കുകയാണെങ്കിൽ, സുമ്മ യസ്തഗ്ഫിരില്ലാഹ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണെങ്കിൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാകുന്നു. അല്ലാഹു തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനും റഹീമും കരുണാവാരിധിയുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പറയുന്നു. അപ്പോൾ മുത്തഖീങ്ങളായ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഖൈറായ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരാണ്, കോപം അടക്കി പിടിക്കുന്നവരാണ്, അതോടൊപ്പം തന്നെ ജനങ്ങളോട് മാപ്പാക്കുന്നവരാണ്, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. ഇവിടെ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഉണർത്തേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. കോപം വരുമ്പോൾ അത് അടക്കി പിടിക്കുന്നതിനെ കുറിച്ചും, കോപം പിശാചിൽ നിന്നുള്ളതാണ്, അത് തണുപ്പിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഹദീസുകൾ കേൾക്കുകയുണ്ടായി, ഖുർആൻ ആയത്തുകൾ വിവരിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ ഈ നാം കോപിക്കേണ്ടതില്ലേ? കോപം തീരെ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഗതിയാണോ എന്ന സംശയം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒരു ഹദീസിൽ, സ്വഹീഹായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിക്കുന്നു, മൻ അഹബ്ബ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും, വ അബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി കോപിക്കുകയും, വ അഅ്ത ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി നൽകുകയും, വ മനഅ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി തടയുകയും ചെയ്തുവോ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർണ്ണമായി. അപ്പോൾ നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നാം കോപിക്കേണ്ടതുണ്ട്, നമുക്ക് കോപം വേണ്ടതുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കോപമോ? നേരത്തെ പറഞ്ഞ കോപവും ഈ പറഞ്ഞ കോപവും തമ്മിലുള്ള വ്യത്യാസം, ഈ കോപം മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് നമ്മുടെ വൈയക്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ, നമുക്ക് ദോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അങ്ങനെയുള്ള കോപങ്ങളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. എന്നാൽ മൻ അബ്ഗദ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, ആ കോപമില്ലാതെ നമുക്ക് മുഅ്മിനാകുക സാധ്യമല്ല. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ കുട്ടികള് നമസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞില്ലേ, 7 വയസ്സാകുമ്പോൾ അവരോട് നമസ്കാരം കൽപ്പിക്കുക. 10 വയസ്സായിട്ടും നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അടിക്കുക. അപ്പൊ കോപിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികൾ 10, 12, 14 വയസ്സായ അല്ലെങ്കിൽ അതിനേക്കാൾ മുതിർന്ന പെൺകുട്ടികൾ തലമറക്കാതെ ശരിക്ക് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വസ്ത്രം ധരിക്കാതെ അന്യ പുരുഷന്മാർക്കിടയിൽ മിങ്കിൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അല്പവസ്ത്രധാരിണികളായി നല്ലപോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് കോളേജിലേക്കോ ജോലിക്കോ മറ്റോ പോകുന്നു, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുന്നു, അല്ലാഹു തആലയുടെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടല്ലാതെ. അവിടെ അത് വിലക്കണം, അതിൽ നിന്ന് അവരെ തിരുത്തണം, വേണ്ടി വന്നാൽ കോപിക്കണം. വമൻ റആ മിൻകും മുൻകറൻ ഫലിയുഗയ്യിർഹു ബിയദി, നിങ്ങളിൽ ആരെങ്കിലും നിഷിദ്ധമായ കാര്യം കാണുമ്പോൾ അത് ശക്തിയുക്തം തടയട്ടെ എന്നാണ്, ബിയദിഹി എന്നാ പറഞ്ഞത്. ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, സാധിച്ചില്ലെങ്കിൽ നാവ് കൊണ്ട്. അപ്പോൾ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ, നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരൻ വൈകുന്നേരം ഷാപ്പിൽ പോയി ചങ്ങാതിമാരോടൊപ്പം ബർത്ത്ഡേ ആഘോഷിച്ചു ബാറിൽ പോയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് മിനിങ്ങി എന്ന് കേട്ടാൽ
തേനെ മാനെ എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് കൈകാര്യം ചെയ്യേണ്ടത്. അവിടെ കോപിക്കണം, വേണ്ടി വന്നാൽ ഒന്ന് ഇട്ടുകൊടുക്കേണ്ടി വരും. അതൊക്കെ ഇസ്ലാമിൽപ്പെട്ടതാണ്. അതാണ് മൻ അബ്ഗള ലില്ലാഹ്, ആർ അള്ളാഹുവിന് വേണ്ടി കോപിച്ചുവോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കോപിച്ചതായി അനേകം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറയിൽ നിന്ന് വാളൂരിയ അനേകം സംഭവങ്ങൾ ഹദീസുകളിൽ കാണാൻ പറ്റും. അതാണ് അള്ളാഹുവിന് വേണ്ടി കോപിക്കുക. അള്ളാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഉളുപ്പില്ലാതെ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അന്യരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക, ആരെങ്കിലും അന്യായമായി ഉപദ്രവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ക്രോധകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അത് തടയേണ്ടതുണ്ട്, അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്, അതിനെതിരെ ധർമ്മരോഷം കൊള്ളേണ്ടതുണ്ട്. അങ്ങനെ ധർമ്മരോഷം കൊള്ളുന്നില്ലെങ്കിൽ അവന് ഈമാനില്ല. മുമ്പ് ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരു വീട്ടില് കള്ളന്റെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുകാര്, വലിയ ജന്മികളും ഭൂപ്രഭുക്കളൊക്കെയാണ്, ഒരു നായയെ വളർത്തിയിരുന്നു. അങ്ങനെ ആ വീട്ടിലൊരു ദിവസം കള്ളൻ കയറി അവിടുന്ന് വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോയി. അപ്പൊ അയൽവാസികളൊക്കെ ചോദിച്ചു ഇവരോട്, അല്ല, നിങ്ങളൊരു നായയെ വളർത്തുന്നുണ്ടല്ലോ, എന്ത് പറ്റി? നായയെ വളർത്തിയിട്ടും ഈ കള്ളൻ വന്ന് കട്ടോണ്ട് പോകുമ്പോൾ നായ കൊരച്ചതൊന്നുമില്ലേ? അവര് പറഞ്ഞു, ഞങ്ങളെ നായക്ക് വലിയ സബൂറാണ്. ആ സബൂർ അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെടുന്ന സബൂറല്ല, ആ വീട്ടുകാരുടെ നായയുടെ സബൂർ. മറിച്ച് കുരക്കേണ്ടിടത്ത് കുരക്കണം, ഒന്ന് ഇട്ടുകൊടുക്കേണ്ടിടത്ത് ഇട്ടുകൊടുക്കണം, രോഷപ്രകടനം നടത്തേണ്ടിടത്ത് രോഷപ്രകടനം നടത്തണം. വമൻ അബ്ഗള ലില്ലാഹ്, ആർ അല്ലാഹുവിന് വേണ്ടി കോപിക്കുന്നുവോ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. നേരത്തെ പറഞ്ഞ വിരോധിക്കപ്പെട്ട കോപം, കറിയില് കുറച്ച് ഉപ്പ് വക്കലായി പോയി, അല്ലെങ്കിൽ എരിവ് കുറച്ച് കൂടുതലായി പോയി, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടെ കോഴി അവിടെ വിസർജിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള ലൊട്ടിലൊടുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ വൈയക്തികമായ എന്തെങ്കിലും താല്പര്യങ്ങൾ ഹനിക്കപ്പെടുന്നതിന്റെ പേരിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കോപങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞത്. അള്ളാഹുവിന് വേണ്ടിയുള്ള കോപം ഈമാനിന്റെ ഭാഗമാണ്. മുഅ്മിനീങ്ങൾ കോപിച്ചേ തീരൂ എന്ന് ഇവിടെ ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞു. മുത്തഖീങ്ങൾ ഒന്നാമതായിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബന്ധം, സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ അത് പൂർത്തീകരിക്കുന്നവരാണ്, അതാണ് ചെലവഴിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം സ്വഭാവം, സംസ്കാരം, അതാണ് ഇവിടെ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്, ക്രോധം അടക്കി പിടിക്കുന്നവർ, ജനങ്ങളോട് മാപ്പാക്കുന്നവർ, സ്വഭാവം, സംസ്കാരം. ഇനി പിന്നീട് മുത്തഖീങ്ങളുടെ സ്വഭാവം പറഞ്ഞത്, അവർ നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്ക് ഖേദിച്ച് മടങ്ങുകയും ദുആ ചെയ്യുകയും പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിക്കുന്നവരുമായിരിക്കും. അവർ എപ്പോഴും അള്ളാഹുവിനുമായി, എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും. മുത്തഖീങ്ങൾ എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ മാത്രമല്ല, അള്ളാഹു തആലയോടുള്ള കടപ്പാടുകൾ വീട്ടിയാൽ, അള്ളാഹുവിനുള്ള ഹക്ക് കൊടുത്താൽ മാത്രം ഒരാൾക്ക് മുത്തഖിയാകാൻ സാധിക്കുകയില്ല. നാളെ പാരത്രിക ലോകത്ത് പ്രപഞ്ചത്തോളം വിശാലമായ സ്വർഗത്തിന്റെ അവകാശികളാകാൻ സാധിക്കുകയില്ല. സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ, അള്ളാഹുവിനുള്ള ഹക്ക് അത് കൊടുക്കേണ്ടതുണ്ട്. സൃഷ്ടികളായ മാതാപിതാക്കന്മാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സഹജീവികൾ, നാട്ടുകാർ, ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടപ്പാടുകൾ വീട്ടേണ്ടതുണ്ട്. അവരോടൊക്കെയുള്ള പെരുമാറ്റം അത് അങ്ങേയറ്റത്തെ അത്യുന്നതമായ സ്വഭാവ സംസ്കാരങ്ങളോട് കൂടിയായിരിക്കണം. അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ. ഉലൈക ജസാഉഹും മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ പ്രതിഫലം അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനമാകുന്നു. വജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂങ്കാവനമാകുന്നു അവരുടെ പ്രതിഫലം. ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും.
വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം എത്ര മഹത്തരമാകുന്നു. വിശാലമായ അനുഗ്രഹ ഭവനമായ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത് ചടഞ്ഞുകൂടി ഇരിക്കുന്നവർക്ക് വേണ്ടിയല്ല. വനിഅമ അജ്റുൽ ആമിലീൻ, പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നാം നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. സ്വാലിഹായ അമലുകൾ, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത്, അദ്കാറുകൾ, ഇസ്തിഗ്ഫാറുകൾ, അതൊരു വശത്ത്. മറുവശത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് അവരുടെ കടപ്പാടുകൾ തീർത്തുകൊണ്ട്, അവർക്ക് സാധ്യമായ സഹായങ്ങൾ ചെയ്തുകൊണ്ട്, സാമ്പത്തിക സഹായം ആവശ്യമുള്ളിടത്ത് അത് ചെയ്തുകൊണ്ട്, അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുമായുള്ള കടപ്പാടുകൾ തീർത്തുകൊണ്ട് നിരന്തരം കർമ്മനിരതരായിക്കൊണ്ട് അള്ളാഹു തആല പറഞ്ഞില്ലേ, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു സൽക്കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപൃതനാകുക. അങ്ങനെ നിരന്തരം കർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ സ്വർഗം കരസ്ഥമാക്കാൻ ഉതകുന്ന സ്വാലിഹായ അമലുകൾ പ്രവർത്തിച്ചുകൊണ്ട് മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ അനുഗ്രഹ ഭവനത്തിൽ നാളെ നമ്മുടെ മാതാപിതാക്കന്മാരോടും നമ്മുടെ ഇണകളോടും തുണകളോടും സന്തതി പരമ്പരകളോടും ബന്ധുമിത്രാദികളോടും എല്ലാവരോടുമൊപ്പം നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنوار رحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه النبي الأمي وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. عليكم السلام.